രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും കടുത്ത നടപടി വേണ്ടിയിരുന്നില്ല എന്ന് എ ഗ്രൂപ്പ്. രാഹുൽ വിഷയത്തിൽ ആദ്യം മുതൽക്കേ തന്നെ കോൺഗ്രസിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. രാഹുലിനെ സസ്പെൻഡ് ചെയ്ത നടപടിയോട് കടുത്ത അതൃപ്തിയാണ് എ ഗ്രൂപ്പിനുള്ളത്. ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളടക്കം രാഹുൽ വിഷയത്തിൽ മുന്നണിയുടെ നടപടിയോട് കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. വിശദീകരണം പോലും ചോദിക്കാതെയുള്ള നടപടി ആരോപണം അംഗീകരിച്ചതിന് തുല്യമായി എന്നാണ് എ ഗ്രൂപ്പിൽ നിന്നും ഉയരുന്ന വിമർശനം. എതിരാളികളായ CPIM പോലും രാഹുലിനെതിരെ ഇത്തരമൊരു നടപടി ആവശ്യപ്പെട്ടില്ല. പക്ഷേ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ സസ്പെൻഷൻ നടപടി കൈക്കൊണ്ടതോടെ CPIMന് ഇതൊരു ആയുധമായി ഉപയോഗിക്കാൻ കഴിഞ്ഞുവെന്നും ഗ്രൂപ്പിൽ നിന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഇത്തരമൊരു കടുത്ത നടപടി എടുത്തതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലടക്കം CPIM രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി സമരങ്ങളടക്കം നടത്തിയതെന്നുമാണ് വിമർശനം. പ്രതിപക്ഷത്തിനെതിരെയുള്ള ഏക സമരം എന്ന രീതിയിൽ CPIMന് അത് കൊണ്ടുപോകാനായതും ഈ നടപടിയുടെ ഭാഗമായാണെന്ന് എ ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിവാദങ്ങൾ ഉയർന്നു വന്ന് 10 ദിവസം കഴിഞ്ഞിട്ടും ഇരകൾ എന്ന് പറയപ്പെടുന്ന യുവതികളുടെ ഭാഗത്തു നിന്നും രേഖാമൂലം ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല എന്ന വാദമാണ് ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളടക്കം മുന്നോട്ട് വെക്കുന്നത്. ഇത്രയും തിടുക്കപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത പാർട്ടി നടപടികളിലൂടെ സ്വാഭാവികമായ നീതിയുടെ ലംഘനമാണ് ഉണ്ടായതെന്നാണ് എ ഗ്രൂപ്പിലെ വിലയിരുത്തൽ. അതിനെ തുടർന്നാണ് രാഹുലിനെ തള്ളാതെയുള്ള പ്രതികരണങ്ങൾ ചില മുതിർന്ന നേതാക്കളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യമായി ഉണ്ടായത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കിയതിൽ അവസാനിപ്പിക്കാമായിരുന്ന നടപടികൾ അതിനുശേഷം പരാതികളും കേസുകളും വരുന്ന ഘട്ടമുണ്ടായാൽ മാത്രം കൂടുതൽ പരിശോധനയിലേക്ക് പോയാൽ മതിയായിരുന്നു. അതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെല്ലാം വിശദീകരണം നൽകാനുള്ള സമയം എന്ന നിലയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു എന്നുമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പകരം CPIMന് കയ്യിൽ ഒരു ആയുധം വെച്ചുകൊടുത്ത പോലുള്ള നടപടിയായി പോയി ഇതെന്നും എ ഗ്രൂപ്പ് കുറ്റപ്പെടുത്തി. അതോടുകൂടി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയാണെന്ന സന്ദേശം കോൺഗ്രസ് തന്നെ എതിരാളികൾക്ക് നൽകുന്നത് പോലെ ആയിപ്പോയി എന്ന ഒരു വിലയിരുത്തലിൽ ആണ് എ ഗ്രൂപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നിയമസഭാ സമ്മേളനത്തിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒഴിവാക്കരുതെന്നും സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്നും കൂടാതെ ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും എ ഗ്രൂപ്പിലെ ഏറ്റവും മുതിർന്ന നേതാക്കളടക്കം വിലയിരുത്തുന്നുണ്ട്. കൂടാതെ എ ഗ്രൂപ്പ് ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം, നേരത്തെ ഫോൺ സംഭാഷണ വിവാദവുമായി ബന്ധപ്പെട്ട് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പാലോട് രവിയെ നീക്കിയപ്പോഴും ആദ്യം വിശദീകരണം ചോദിക്കാതെ തിടുക്കപ്പെട്ട് നടപടിയെടുക്കുകയായിരുന്നു. ഇങ്ങനെയല്ല പാർട്ടി നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന അഭിപ്രായവും എ ഗ്രൂപ്പിൽ മുതിർന്ന നേതാക്കൾക്കുണ്ട്. സ്വാഭാവികമായും ഇരയാക്കപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു പരാതി പോലും വരാത്ത സാഹചര്യത്തിൽ ഒരു MLAക്കെതിരെ ഇത്തരമൊരു നടപടി സ്വീകരിച്ചതിലൂടെ അയാളുടെ രാഷ്ട്രീയ ഭാവിയെയും ഒപ്പം കോൺഗ്രസിന്റെ പ്രതിച്ഛായയെയും തകർക്കുന്ന നടപടികളാണ് മുന്നണി സ്വീകരിച്ചതെന്ന നിലപാടാണ് എ ഗ്രൂപ്പിനുള്ളത്. എന്നാൽ VD സതീശനെ പിന്തുണയ്ക്കുന്നവർ അവകാശപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വാദം, അത്തരമൊരു ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ കൃത്യമായ നടപടി എടുത്തതുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ പാർട്ടിയുടെ മുഖച്ഛായ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത് എന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നടപടികളിലൂടെ കേരള രാഷ്ട്രീയത്തിൽ വ്യക്തമായ സന്ദേശം നൽകാൻ കോൺഗ്രസിന് സാധിച്ചു എന്നാണ് VD സതീശൻ പക്ഷം പറയുന്നത്. ഇതിലൂടെ പാർട്ടി രാഷ്ട്രീയമായി പ്രതിരോധത്തിലാവുകയല്ല, മറിച്ച് ഏറെ മുന്നോട്ട് പോകാനാണ് സാധിച്ചത് എന്നാണ് VD സതീശനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ കത്തിക്കയറിയപ്പോൾ തന്നെ മുന്നണിയിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ സസ്പെൻഷന് നടപടിയെടുത്ത് കോൺഗ്രസിന്റെ മുഖം രക്ഷിക്കാനുള്ള ശ്രമമൊക്കെ ജനങ്ങൾ ഉൾപ്പെടെ പ്രശംസിച്ചതുമാണ്. ഏതായാലും എ ഗ്രൂപ്പിന്റെ കൂടുതൽ നടപടികൾ എന്താണെന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.